ഇന്ന് എൻ്റെ അമ്മയുടെ അടുക്കളയിൽ അവശേഷിച്ചിരുന്ന കുറച്ച് ഉപ്പിലിട്ട മാങ്ങ എടുത്തുകൊണ്ട് ഒരു കണ്ണിമാങ്ങ അച്ചാർ, നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത്. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഉപ്പോളം ഉപ്പ് പിടിച്ച് ഉപ്പിലിട്ട നമ്മുടെ കണ്ണിമാങ്ങ മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ചാറ് മൊത്തം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ചാറ് ഒട്ടും കളയരുത്. നമുക്ക് ആവശ്യമുള്ള സത്താണ് അതിൽ മൊത്തം. അടുത്തതൊരു പാൻ വെച്ച് അതിലേക്കൊരു 3 ടീസ്പൂൺ ഉലുവ. ഇത് നല്ല ചുമക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. സൂക്ഷിക്കണം, കരിച്ചെടുക്കാനല്ല കേട്ടോ പറഞ്ഞേ, മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ ചുമന്ന കളറായി വരുമ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ആവശ്യമുണ്ട്. ഇനി അടുത്തത് എന്താ, ഒരു പാൻ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ 2 കഷ്ണം കായം. ഈ കായം നമുക്ക് പൊടിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അത് മൂത്ത് വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതും നമ്മുടെ ഉലുവയിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണം. കണ്ണിമാങ്ങ അച്ചാറിന് എരിവും കളറും കൊടുക്കാൻ നല്ല കാശ്മീരി മുളക് പൊടി നമ്മൾ ആ കായം മൂപ്പിച്ച എണ്ണയില്ലേ അതിലേക്കിട്ട് കരിയിക്കാതെ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ള നാടൻ മുളക് പൊടിയും ഒരുപോലെ ഒരേ അളവിലെടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ചൂടാക്കിയ മുളക് നമുക്ക് മിക്സ് ചെയ്യാൻ അച്ചാർ കൂട്ടാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കണം. അടുത്തത് നമ്മൾ ആദ്യം മാറ്റി വെച്ച കണ്ണിമാങ്ങയുടെ വെള്ളമില്ലേ, ആ ചാറ്, ആ മാങ്ങയുടെ വെള്ളം മൊത്തം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തമായിട്ട് ഒഴിച്ചില്ലെങ്കിലും ബാക്കി കളയരുതേ, അവിടെ വെച്ചോണം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ആഡ് ചെയ്യാനുള്ള മുതലാണത്. അടുത്തതായി ഇതിലേക്ക് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് യോജിപ്പിക്കണം. കൂടെ നമ്മുടെ ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ചാറിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ മാറിയത് കണ്ടോ. തീർന്നിട്ടില്ല, ഇനിയും വരുന്നുണ്ട് ഐറ്റംസ്. ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പിലിട്ടതാണ്, ഉപ്പോളം അതിൽ ഉപ്പുണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഒന്നുകൂടെ രുചിച്ച് നോക്കിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉപ്പ് നോക്കി വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ അച്ചാറിൻ്റെ കണ്ണിമാങ്ങ മൊത്തം അതിലേക്ക് തട്ടി നമ്മൾ മിക്സ് ചെയ്തു. കൂടെ കുറച്ച് കടുക് എടുത്ത്, പച്ചക്കടുക് കേട്ടോ, പച്ചക്കടുക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മൂപ്പിച്ച കടുകല്ല, പച്ചക്കടുക് എടുത്ത് ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്ത് പൊടി പോലെ ആവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും നമ്മുടെ അച്ചാറിലേക്ക് തട്ടിക്കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി അങ്ങോട്ട് എരിവിൻ്റെയും പുളിയുടെയും ഉപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഗ്രൂപ്പ് ഡാൻസ് തന്നെ ആ കണ്ണിമാങ്ങയിൽ അങ്ങ് നടക്കണം. അതിന് വേണ്ട ചാറും വേണം കേട്ടോ. ഇനി ചാറ് കുറവായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കണ്ണിമാങ്ങയുടെ ചാറില്ലേ, ഉപ്പിലിട്ട മാങ്ങയുടെ ചാറില്ലേ, അത് കൊടുത്ത് ആഡ് ചെയ്ത് അത് കൂട്ടിയിട്ടാലും മതി. വൃത്തിയായി കഴുകി ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു ജാറെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിമാങ്ങ 2 മാസമൊന്നും ഇരിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായി തുടച്ച് വൃത്തിയാക്കിയ ജാറിൽ തന്നെ അവരെ മൊത്തം അങ്ങ് തട്ടിക്കയറ്റണം. ചാറില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ചാറയുടെ ഇത് കണ്ണിമാങ്ങയ്ക്ക് തുല്യം വെള്ളമുള്ള രീതിയിൽ തന്നെ ജാറിൽ ഫില്ല് ചെയ്ത് വെക്കണം. ഇനി ഈ കുട്ടപ്പനെ നമ്മളൊരു 2 മാസം വെയിറ്റ് ചെയ്തെടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ ഹരമുരേ, കഞ്ഞിക്ക് വേറെ വല്ലതും വേണോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ വണക്കം.